എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തലേദിവസം ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കറികളൊന്നും ഇല്ല പെട്ടെന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ പെട്ടെന്ന് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഉള്ളിച്ചോറ് തയ്യാറാക്കണേന്ന് നോക്കാം. നമുക്ക് ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസിന് എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് ഉണ്ടല്ലോ, ജീര റൈസ്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് പച്ചരി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ബാക്കി വന്ന ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ മട്ട റൈസ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ബസ്മതി റൈസ് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം സമയം നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട സവോള, വെളുത്തുള്ളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 സവോള എടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള സവോളയാണ്. നല്ല വലിയ സവോളയാണെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഉണ്ട വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സവോള ചെറുതായിട്ട് മുറിച്ചെടുക്കാം. വെളുത്തുള്ളി ആണെങ്കിൽ ഞാൻ മുറിച്ചെടുക്കുന്നില്ല, മുഴുവനോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ വെളുത്തുള്ളികളാണ്. ഇനി ഞാൻ വേറൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 15 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം ഊറ്റിയെടുത്ത ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് വെന്ത് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയണ ഒരു രീതിയിൽ എടുക്കരുത് കേട്ടോ. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. സെയിം കടായിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങണ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കടലപ്പരിപ്പ് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ നമുക്കൊരു 1 കപ്പ് അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പച്ചക്കപ്പലണ്ടിയാണ്. പച്ചക്കപ്പലണ്ടി ആണെങ്കിലും വറുത്ത കപ്പലണ്ടി ആണെങ്കിലും ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പച്ചക്കപ്പലണ്ടി ഫ്രൈ ആയിട്ട് വരുമല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വേണ്ട, കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ പൊട്ടണതൊക്കെ കേൾക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർക്കാം. ഞാൻ മുറിച്ചെടുത്തിട്ടില്ല, ചെറുതായതുകൊണ്ട് തന്നെ. പിന്നെ ആ വെളുത്തുള്ളി കടിക്കുമ്പോഴും നന്നായിട്ട് തന്നെ വരുള്ളൂ. അപ്പം ഇങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് മുറിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സംഭവം ചേർത്ത് കൊടുക്കാം. ഉള്ളിച്ചോറല്ലേ, അപ്പോൾ സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. നല്ല ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയിലേക്കുള്ള ഒരു ഉപ്പ് മതി കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ സവോള ഒന്ന് ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. 1/4 ടീസ്പൂൺ അളവിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഇത് കോൽപ്പുളിയുടെ വെള്ളമാണ് കേട്ടോ. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളിയുടെ കഷ്ണം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതൊരു 1/4 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുഴുവൻ ചേർത്തിട്ടില്ല. ഒരുപാട് പുളിയായാലും നന്നായിട്ട് വരില്ല. ആവശ്യത്തിനുള്ള ഒരു പുളി തന്നെ മതി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഈ പുളിയുടെ ഒരു പച്ചമുളകൊന്ന് മാറി വരണം.
ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വന്നോളും. ഉപ്പ് കുറച്ചും കൂടി ആവാം. നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിരുന്നു, പക്ഷെ ഒരുപാട് ഉപ്പൊന്നും ഇല്ല റൈസിൽ. അപ്പോൾ റൈസിൽ ഉപ്പ് എത്രയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1.5 ടീസ്പൂൺ അളവിൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു റൈസിന് അങ്ങനെ മധുര രസമൊന്നും വരുമൊന്നുമില്ല കേട്ടോ, ശർക്കര ചേർത്തെന്ന് വെച്ചിട്ട്. പക്ഷെ നല്ലൊരു ടേസ്റ്റും വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, റൈസ് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഉള്ളിയുടെ ഒരു മിക്സ് നന്നായിട്ട് ഈ ഒരു ചോറിൽ യോജിച്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉള്ളിച്ചോറ് റെഡി ആയിട്ട്. നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, സൈഡ് ഡിഷൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള സൈഡ് ഡിഷിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉള്ളിച്ചോറ് അല്ലെങ്കിൽ ഓണിയൻ റൈസ് റെഡി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.